ഔസേപ്പിന്റെ ഒസിയത്ത്. ഈ സിനിമയുടെ പേര് തന്നെ ഒരു വ്യത്യസ്തമായിട്ടൊരു പേരാണ്, ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു പേരാണ് ഇത്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ, കുറച്ച് നല്ല കഥയൊക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ് നമ്മുടെ ഔസേപ്പിന്റെ ഒസിയത്ത്. ഈ സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ ഔസേപ്പ് എന്ന് പറയുന്ന നമ്മുടെ വിജയരാഘവൻ ചെയ്യുന്ന കഥാപാത്രവും അയാളുടെ മക്കളായിട്ടുള്ള ജോർജ് ആൻഡ് മൈക്കിൾ, ഇത് ചെയ്തിരിക്കുന്ന ജോർജ് ആയിട്ട് ദിലീഷ് പോത്തനും അതേപോലെ മൈക്കിളായിട്ടുള്ള ഷാജോണാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ റോയ് എന്ന് പറയുന്ന മൂന്നാമത്തെ മകനായിട്ട് ഹേമന്ത് മേനോനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് മക്കൾ അവരുടെ ഫാദറായിട്ട് നടത്തുന്ന കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, അതാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ളൊരു തീം. ആ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവുന്ന വേറെ കുറേ പ്രശ്നങ്ങൾ, അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് ആക്ച്വലി. ആ പ്രശ്നങ്ങളാണ് ഇതിനെ ഒരു ഹാർഡ് ഹിറ്റിംഗ് സ്റ്റോറി ആക്കുന്നത്. ഹാർഡ് ഹിറ്റിംഗ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ജോജി, അതുപോലെ തന്നെ ഇരകൾ, ഇത്തരം സിനിമകളുടെയൊക്കെ ഒരു റെഫറൻസ് ഒന്നുമല്ല, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റും അല്ല. പക്ഷെ അത്രത്തോളം ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു പരിപാടി ഈ സിനിമയിൽ ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ നടക്കുന്നൊരു സംഭവം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല സംഭവിക്കുമെന്ന്. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞ് എങ്ങനെയാണ് അതിനെ ഈ പറയുന്ന നമ്മുടെ ജോർജും മൈക്കിളും ഹാൻഡിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ റോയിൻ്റെ കഥാപാത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അയാൾ കുറച്ച് സമയം എന്താ പറയുക നമ്മളെ മുൾമുന്നിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. അതുപോലെ ഔസേപ്പ് എന്ന് പറയുന്ന ആൾ ഭയങ്കര റഫായിട്ടൊരു ആളാണ് പൈസയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ് കാര്യത്തിൽ. ബിസിനസ് എന്ന് പറയുമ്പോൾ പ്ലാന്റേഷനും ഏലം അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ കർക്കശക്കാരനാണ്. പക്ഷെ മക്കളോട് സ്നേഹമുള്ളൊരു അപ്പനാണ് ഔസേപ്പ്. അത് ഈ സിനിമയിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിനടുത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടിത്തിരിച്ച്, അല്ലെങ്കിൽ കുറച്ചൊരു വേറൊരു മൂഡിലായിപ്പോകും. കാരണം അത്രയും നേരം നമ്മൾ കണ്ട കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി അല്ലെങ്കിൽ റൈവൽറി, അതൊക്കെ മാറും. ഈ ഒരു എന്താ പറയുക, ഒരു ത്യാഗം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇതിൽ വരുന്നത്. അത് കൂടുതലൊന്നും പറയില്ല, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറാവും. അപ്പോൾ ബേസിക്കലി ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം, അല്ലെങ്കിൽ ഈ സിനിമ മെയിനായിട്ട് പറയുന്നത് ഈ മൂന്ന് മക്കളും അവരും വിജയരാഘവൻ്റെ ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അതിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതൊരു ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സിനിമ കാണാൻ പോകുമ്പോൾ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകനെ വളരെയധികം ചിന്തിപ്പിച്ചു. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്നൊന്നും എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇതിൻ്റെ ക്ലൈമാക്സും അതുപോലെ സെക്കൻഡ് ഹാഫിന് മുന്നേ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പെർഫോമൻസുകളാണ് ഈ സിനിമയിലെ അടുത്ത മെയിൻ പരിപാടി. ദിലീഷ് പോത്തൻ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു വേള അയാൾ കരയുന്നുണ്ട് ഒരു പ്രത്യേക കാര്യം നടത്തുമ്പോൾ. എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സങ്കടമുള്ള ഒരു പരിപാടി തന്നെയാണ്. അല്ലെങ്കിലും ആൾക്കാർക്ക് അറിയാം സങ്കടം വരുമ്പോഴാണല്ലോ, സന്തോഷം വരുമ്പോൾ കരയാറുണ്ട്. പക്ഷെ എന്നാലും സങ്കടം വരുമ്പോൾ ഉള്ളൊരു കരച്ചിൽ, ആ കരച്ചിൽ അത് അങ്ങേരുടെ ആ ഒരു റേഞ്ച് ആസ് എൻ ആക്ടർ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു രംഗമാണ് അത്. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ഉടനീളം വളരെ അടിപൊളിയായിട്ട് വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹിസ് കരിയർ എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസ് ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഷാജോൺ എന്ന് പറയുന്ന ആൾ വളരെ സീരിയസ് ആയിട്ട് നേരത്തെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്, ദൃശ്യം പോലത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി ഇൻറ്റൻസ് ആണ്, ഫുൾ ടൈം സീരിയസ് തമാശ എന്ന പരിപാടി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടൊരു റോളാണ്. CI ആണ്, പോലീസാണ്. അപ്പോൾ ആ ഒരു പരിപാടി പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിലീഷ് പോത്തൻ്റെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ഷാജോണ്ട്. പിന്നെ വിജയരാഘവൻ ഈ സിനിമയിൽ കുറച്ച് അധികം കൂടിയും സ്ക്രീൻ പ്രസൻസ് ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എനിവേ
പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളി രസമുള്ള ആ പുള്ളിയൊരു മേക്കപ്പും ആ ഒരു മുഖത്ത് വരുന്ന ആ ഒരു ഇമോഷൻസും പരിപാടികളൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പറയേണ്ടായിരുന്നു വിജയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പുള്ളി ഹീസ് എ പ്രൂവ്ഡ് ആക്ടർ. സോ നത്തിങ് മോർ ടു സേ അബൌട്ട് ഹിം. അടിപൊളി, സൂപ്പർ. പിന്നെ നമ്മുടെ മെയിനായിട്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ലെന ഒരു പവർഫുൾ ഒരു റോളാണ്. ഭയങ്കര സംഭവം ആയിട്ടുള്ള റോളൊന്നും അല്ല, എന്നാലും സ്റ്റേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ സരിൻ ഷിഹാബിന് കുറച്ച് നല്ലൊരു റോള് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് ഇത്. അതിൽ പുള്ളിക്കാരി കുറച്ച് റോളുള്ളെങ്കിലും കുറച്ച് സീൻസ് ഉള്ളെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഔസേപ്പിൻ്റെ ഒസിയത്ത് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു പരിചയിച്ച കഥാസന്ദർഭങ്ങളിൽ നിന്നും കുറച്ച് മാറി നടക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടൊരു സ്റ്റോറിയാണ്. അതിൻ്റെ സ്റ്റോറി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസുകളും നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ സിനിമ എന്തായാലും ഒരു ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് അങ്ങനെ എന്താ പറയുക, അവർ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ വളരെ നന്നായിട്ട് നല്ലൊരു കഥയുള്ള ഒരു ഫാമിലി ഡ്രാമ, ഒരു അൺയൂഷ്വൽ ഫാമിലി ഡ്രാമ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.